ഈ മേഘങ്ങൾക്കിടയിലൂടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലക്ഷദ്വീപ് ഐലൻഡ്സ് ആണ്. 2021 ഒക്ടോബർ 16 രാവിലെയാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വഴി ലക്ഷദ്വീപിലേക്കുള്ള യാത്ര പുറപ്പെട്ടത്. ഈ കാണുന്നതാണ് അഗത്തി എയർപോർട്ട്. ഏകദേശം 4:30 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അഗത്തിയിലെ ആ കുഞ്ഞ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഞങ്ങളെ ഒരു ചെറിയ വിസിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. ലക്ഷദ്വീപ് സ്പോർട്സിൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന ബംഗാരം ഐലൻഡ് റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. റിസോർട്ടിലെ ആളുകൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഞങ്ങളെ സ്വീകരിച്ചത് ഈ അതിമനോഹരമായ വൈറ്റ് സാൻഡ് ബീച്ചാണ്. ഇതിനകം ഞങ്ങളുടെ ലഗേജ് എല്ലാം ട്രാൻസ്പോർട്ട് വാനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അഗത്തി ഐലൻഡിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് 15 മിനിറ്റിനകം ഞങ്ങൾ അഗത്തിയിലെ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് ഇനി ബംഗാരം ഐലൻഡിലേക്ക് പോകണം. ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വാനിൽ നിന്ന് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ബോട്ടിലേക്ക് മാറ്റിയ ശേഷം അഗത്തിയിൽ നിന്നും ബംഗാരത്തിലേക്കുള്ള 1.5 മണിക്കൂർ നീണ്ട ബോട്ട് യാത്ര ആരംഭിച്ചു. ഫ്ലൈറ്റിൽ ഞങ്ങൾ ഉൾപ്പെടെ ഏകദേശം 15ഓളം ടൂറിസ്റ്റുകൾ ബംഗാരത്തിലേക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ബോട്ടുകളിലായാണ് ഞങ്ങൾ പോയത്. നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ മോശമായതിനാൽ കടൽ കുറച്ച് റഫായിരുന്നു. യാത്ര വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു. പക്ഷേ ഞങ്ങളത് നന്നായി തന്നെ എൻജോയ് ചെയ്തു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ദൂരെ ബംഗാരം ഐലൻഡ് വിസിബിളായി തുടങ്ങി. ഐലൻഡ് അടുക്കുംതോറും കോറൽസും ലഗൂൺസും ഒക്കെ കാണാൻ തുടങ്ങി. അതുപോലെ കടലിൻ്റെ കടും നീല നിറം മാറി ഇളം നീല നിറമായി തുടങ്ങി. ദേ ആ ദൂരെ കാണുന്നതാണ് ബംഗാരം ഐലൻഡ് റിസോർട്ട്. ഒരൊറ്റ റിസോർട്ട് മാത്രം ഉള്ള ഐലൻഡാണ് ഇത്. ഇറങ്ങിയ ഉടനെ തന്നെ റിസോർട്ട് മാനേജർ ഞങ്ങളെ സ്വാഗതം ചെയ്ത് റിസപ്ഷനിലേക്ക് കൊണ്ടുപോയി. വെൽക്കം ഡ്രിങ്ക് കോക്കനട്ട് മലായി ജ്യൂസ് ആയിരുന്നു. സ്നാക്സും ഡിന്നറും കഴിച്ച് ആ ദിവസം വൈൻഡപ്പ് ചെയ്തു. ഡേ 2 ഞങ്ങൾ രാവിലെ 6 മണിയോടടുത്ത് എഴുന്നേറ്റ് റെഡിയായി ഐലൻഡ് ഒന്ന് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. ഏകദേശം 8 കിലോമീറ്റർ നീളവും 4 കിലോമീറ്ററും വീതിയുമാണ് ഈ ഐലൻഡിന്. ഇതൊരു ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെ ലോക്കൽ ആളുകൾ അധികം താമസമില്ല. എന്നാലും ഇതിനകത്ത് ഒരു പ്രൈമറി ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ, മോസ്ക്, പിന്നെ ഒരു ഹെലിപ്പാഡ് എന്നിവയുണ്ട്. ഐലൻഡിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുളവുമുണ്ട്.
പച്ച വിരിച്ച വഴികളിലൂടെ കാഴ്ചകളെല്ലാം കണ്ട് ദ്വീപിനെ കുറുകെ കടന്ന് അങ്ങനെ ഞങ്ങൾ എതിർഭാഗത്തുള്ള അതിമനോഹരമായ ബീച്ചിലെത്തിച്ചേർന്നു. തിരിച്ചു ചെന്ന് നല്ല ടേസ്റ്റിയായ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ആക്ടിവിറ്റി സെൻറ്റർ. ഇവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആയ ആക്ടിവിറ്റീസിൻ്റെ വിവരങ്ങളെല്ലാം കിട്ടും. ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്നത് ഷിപ്പ് റെക്ക് കാണാനും അവിടെ സ്നോർക്കൽ ചെയ്യാനുമാണ്. കടലിൽ മുങ്ങിപ്പോയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണിത്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി 1.5 മണിക്കൂറോളം ഞങ്ങൾ വെള്ളത്തിൽ ചിലവഴിച്ചു. വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ കളർഫുള്ളായ പലതരത്തിലുള്ള മീനുകളെയും കോറൽസിനെയും ഒക്കെ വൃത്തിയായി കാണാൻ കഴിഞ്ഞു. സ്നോർക്കലിംഗ് കിറ്റ് റിസോർട്ടിൽ നിന്ന് കൊടുത്തയച്ചിരുന്നു. ഞങ്ങളുടെ കയ്യിൽ വാട്ടർ പ്രൂഫ് ബാഗും സ്വിമ്മിംഗ് ക്യാപ്പും വാട്ടർ ഷൂസും ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന് നല്ല മീൻകറിയൊക്കെ കൂട്ടി വിഭവസമൃദ്ധമായ ലഞ്ച് കഴിച്ചു. 3-ാം ദിവസം രാവിലത്തെ മോർണിംഗ് വാക്ക് ഹെലിപ്പാഡിലേക്ക് ആയിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് VIPസിനൊക്കെ വരാനും എമർജൻസി ആവശ്യങ്ങൾക്കുമൊക്കെ വേണ്ടിയുള്ളതാണ് ഈ ഹെലിപ്പാഡ്. ഇതിൻ്റെ മുന്നിലായാണ് സാൻഡ് ബാങ്ക് ഉള്ളത്. രാവിലെ ഹൈ ടൈഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഇത് മുറിച്ചു കടക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് സൺറൈസ് ഒക്കെ കണ്ട് ആസ്വദിച്ച ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഡീപ്പ് സീ സ്നോർക്കലിംഗ്, കോറൽ ഗാർഡൻ സ്നോർക്കലിംഗ് ആൻഡ് ടേർട്ടിൽ വാച്ച് എന്നീ ആക്ടിവിറ്റീസ് ചെയ്യാൻ ആണ്. അതിനുവേണ്ടി തിന്നക്കര ഐലൻഡ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. തിന്നക്കരയും ഒരു മനോഹരമായ ആൾതാമസമില്ലാത്ത ഐലൻഡാണ്. ഈ ഐലൻഡ് വിസിറ്റ് തന്നെ വേറെ ഒരു ആക്ടിവിറ്റിയാണ്. തിന്നക്കര ഐലൻഡ് ക്രോസ് ചെയ്തതിന് ശേഷം പരലി ഐലൻഡ് എത്തുന്നതിന് മുമ്പുള്ള ഭാഗത്ത് കയറിയപ്പോൾ തന്നെ കടലിൽ സീ ടർട്ടിൽസ്, കടലാമകൾ കാണാൻ തുടങ്ങി. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഒരു സീ ടർട്ടിലിനെ കയ്യിലെടുക്കാൻ സാധിച്ചു. വെള്ളത്തിന് മുകളിൽ നിന്ന് കാണുന്നത് പോലെയല്ല, നല്ല വലിപ്പവും ഭാരവുമുണ്ട് ഇവയ്ക്ക്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വേണം പിടിക്കാൻ, അല്ലെങ്കിൽ ഇവ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോകും. ഇവിടെ നിന്ന് നേരെ പോയത് ഡീപ്പ് സീ സ്നോർക്കൽ ചെയ്യാനാണ്. ഞങ്ങൾ 2 പേരും പിന്നെ ഗൈഡ് ഹുസൈനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ആക്ടിവിറ്റിക്കും. ഏകദേശം 1-2 മണിക്കൂർ വിശാലമായി ഇവിടെ ഞങ്ങൾ സ്നോർക്കൽ ചെയ്തു.
ഈ കാണുന്നത് സീ കുക്കുംബറാണ്. കൂടുതൽ വ്യക്തമായി കാണിക്കുന്നതിന് വേണ്ടി ഹുസൈൻ അതിനെ ഡൈവ് ചെയ്ത് പോയി എടുത്തുകൊണ്ടുവന്നു. അപ്പോഴേക്കും അതിൽ നിന്ന് ഈ വെള്ള കളറിലുള്ള സ്ട്രിങ്സ് വരാൻ തുടങ്ങി. ഇത് എന്നെ കാണിക്കുമ്പോൾ നോയൽ മറ്റൊരു ഭാഗത്ത് സ്നോർക്കിൾ ചെയ്യുകയായിരുന്നു. പിന്നീട് നോയൽ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഹുസൈൻ നോയലിനു വേണ്ടി അതിനെ ഒന്നുകൂടി എടുത്തു. എപ്പോഴത്തെയും പോലെ ഇത്തവണയും സ്നോർക്ലിംഗ് ഞങ്ങൾക്ക് അതിമനോഹരമായ ഒരു അനുഭവം തന്നെ ആയിരുന്നു. അന്ന് വൈകുന്നേരം ഞങ്ങൾ സാൻഡ് ബാങ്കിലേക്ക് ക്രോസ് ചെയ്ത് പോയി ഏകദേശം 2 മണിക്കൂറോളം അവിടെ ചിലവഴിച്ച ശേഷം റിസോർട്ടിലേക്ക് തിരിച്ചു വന്നു. നാലാം ദിവസത്തെ പ്രധാന ആക്ടിവിറ്റി ഫിഷിംഗ് ആയിരുന്നു. ലക്ഷദ്വീപിൽ വന്ന അന്ന് മുതലുള്ള ഞങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന സഹിക്കവയ്യാതെ റിസോർട്ട് ഒരു സ്പെഷ്യൽ ബോട്ട് അറേഞ്ച് ചെയ്താണ് ഞങ്ങളെ കൊണ്ടുപോയത്. റിസോർട്ടിൽ നിന്നും ഏകദേശം അരമണിക്കൂറോളം യാത്ര ചെയ്ത് ആഴക്കടലിൻ്റെയും ലഗൂൺസിൻ്റെയും ഇടയിൽ ശാന്തമായ ഒരു ഭാഗത്ത് ഞങ്ങൾ ബോട്ട് പാർക്ക് ചെയ്തു. നങ്കൂരമിട്ടു. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് സാൻഡ് ബാങ്കിൽ നിർത്തി ബൈറ്റ് അഥവാ ഇരയെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിവർ പാമ്പ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ 4 പേർ ഉണ്ടായിരുന്നു. ഇരയെ ചൂണ്ടയിൽ കോർത്ത് ഞങ്ങൾക്കെല്ലാവർക്കും തന്നു. അതിനുശേഷം പിന്നെ മീൻ ചൂണ്ടയിൽ കൊത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം എൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ കിട്ടി. അത് ഒരു വൈറ്റ് സ്നാപ്പർ കുട്ടിയായിരുന്നു. ഇതുകൂടാതെ റെഡ് സ്നാപ്പർ, ഗ്രൂപ്പർ എന്നിവയും പിന്നീട് കിട്ടി. റിസോർട്ടിൽ വന്ന് ഞങ്ങൾ അതിനെ പ്ലേറ്റിലുമാക്കി. നല്ല ഫ്രഷ് കടൽ മീൻ, ഓസം ടേസ്റ്റ്. 5-ാം ദിവസം രാവിലെ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനായി ബോട്ടിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. ഈ കാണുന്നതാണ് ബംഗാരം ഐലൻഡിലെ കോട്ടേജുകൾ. ഇതെല്ലാം തന്നെ AC കോട്ടേജസ് ആണ്. എല്ലാ കോട്ടേജിൻ്റെയും മുൻപിൽ തന്നെ ബീച്ചാണ്. വൈകുന്നേരം ഇരുന്ന് ഒരു ചായയൊക്കെ കുടിക്കാനുള്ള സൗകര്യം എല്ലാം ബീച്ച് സൈഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഈ മനോഹരമായ കാഴ്ച കണ്ടാണ്
ഞങ്ങൾ ദിവസം ആരംഭിച്ചത്. ഇതൊക്കെ പുതിയതായി വന്ന കോട്ടേജസ് ആണ്. 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. മൊത്തം 33 കോട്ടേജസ് ആണ് ഈ ഐലൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്താലേ റൂം കിട്ടുകയുള്ളൂ. ബംഗാരം ഐലൻഡ് ആൻഡ് റിസോർട്ട്സിൻ്റെ വെബ്സൈറ്റ് ആയ samudram.utl.gov.in നിന്നും നമുക്ക് വേണ്ട പാക്കേജ് തിരഞ്ഞെടുത്ത് കംപ്ലീറ്റ് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. ലക്ഷദ്വീപ് അപ്രൂവ്ഡ് ഏജൻസ് വഴിയും സെയിം പ്രൈസിന് ഇത് ചെയ്യാം. ലക്ഷദ്വീപിലേക്കുള്ള ട്രാവൽ പെർമിറ്റ് ഈ പാക്കേജിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പാക്കേജിൽ നിങ്ങളുടെ പെർമിറ്റ്, താമസം, 3 നേരം ഭക്ഷണം, കൂടാതെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക്, പെറ്റ് കോഫി ഓർ ടീ, എയർപോർട്ടിൽ നിന്നും ബംഗാരത്തിലേക്കും തിരിച്ചുമുള്ള യാത്ര എന്നിവയെല്ലാം ഉൾപ്പെടും. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് മാത്രം അധികം ചാർജസ് കൊടുത്താൽ മതിയാകും. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ, ലക്ഷദ്വീപിൽ ഈ ഒരേ ഒരു ഐലൻഡിൽ മാത്രമാണ് ആൽക്കഹോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നുകൂടെ, ഈ ഓപ്പൺ ഏരിയ ഡൈനിങ് ഞങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ 5 ദിവസത്തെ ത്രില്ലിംഗ് വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് അഗാത്തി എയർപോർട്ടിലേക്ക് ഇറങ്ങി. വീണ്ടും 1.5 മണിക്കൂർ നീണ്ട ഒരു ബോട്ട് യാത്ര. നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള എന്നാൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ മാലദ്വീപ്സിനോട് കിടപിടിക്കത്തക്ക ഭംഗിയുള്ള ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ് ലക്ഷദ്വീപ്. ഞങ്ങൾക്ക് ഇത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റ് ഐലൻഡുകൾ കൂടി സന്ദർശിക്കാൻ ഇനിയും വരാമെന്ന ആഗ്രഹത്തോടെ ഈ മനോഹര തീരത്തോട് ഞങ്ങൾ വിട പറയുകയാണ്.